ചായ ബക്കം ബക്കം കുടിക്കും, കാശ് ബക്കം ബക്കം എടുക്കും, വണ്ടി വിടാറായി. ഹര ഹരോ ഹര, ഹര ഹരോ ഹര. മുരുഹാ മുരുഹാലയ പഴനിമല ആണ്ടവാ ദർശനத்துக்கு போறேன், നേർച്ച കൊടുക്കോ. ഹര ഹരോ ഹര, ഹര ഹരോ ഹര. പഴനിമല കോവിലിലെ പാൽ കാവടി, ബാലസുബ്രഹ്മണ്യന്റെ പീലി കാവടി. കണ്ടനക്ക് ഹരോഹര, വേലനക്ക് ഹരോഹര. കണ്ടൻ എന്താ നേർച്ച വാങ്ങിക്കാതെ ബലിഞ്ഞു കളഞ്ഞത്? മമ്മൂക്ക് എന്തിനാ ഞങ്ങളുടെ വയറ്റത്തടിക്കുന്നത്? ഞങ്ങൾ എങ്ങനെങ്കിലും ജീവിച്ചോണ്ട് പോട്ടെ. ഇക്കുറി പഴനിക്ക് പോകാനാ ഭാവം. അത് കളക്ഷനെ ആശ്രയിച്ചിരിക്കും. ഞാൻ കരിയപ്പല്ലേ, നിന്റെ ബായിൽ തുളച്ചാണോ കയറ്റിയിരിക്കുന്നത് ശൂലം? പിന്നെ അങ്ങ് സന്നിധാനത്തിൽ കൊണ്ടല്ലയോ കയറ്റിയത്? അത് ശരി. അയ്യോ തൊട്ടോടാ പ്രതാവാ. അല്ലോ, ഇതിന്റെ അറ്റം കൂർത്താണല്ലോ ഇരിക്കുന്നത്. കരിയപ്പല, ഇത് ഞമ്മള് നിന്റെ സന്നിധാനത്തിൽ കേട്ടിട്ട ഓട്ടിച്ചതിന് പോലീസുകാർ തലമുട്ടയടിച്ച്. അപ്പൊ പിന്നെ പുതിയൊരു വേഷം. ഒട്ടത്തലയും കൊണ്ട് ജീവിക്കാൻ ഇതല്ലാതെ വേറെ വഴിയില്ല മമ്മൂക്ക. മരുന്നേ, എന്താ മോളെ? എനിക്ക് അച്ഛൻ്റെ അടുത്ത് പോകണം. നമ്മൾ എന്റെ അച്ഛൻ്റെ അടുത്ത് എന്നെ കൊണ്ടുപോയി. എടാ, നിനക്കും എനിക്കും ഇന്ന് ഡ്യൂട്ടി ഇല്ല. അതിനെന്താ? നിനക്കും നിന്റെ മോക്കും എന്റെ വീട്ടിലെത്താഴം. ഓ റെഡി. പക്ഷേ തീയൽ വേണം. തീയൽ നിനക്ക് ഇത്ര ഇഷ്ടമാണ്? നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന തീയൽ കൂട്ടുമ്പോൾ പണ്ടെങ്ങോ അത് കഴിച്ച ഓർമ്മയാണ്. അല്ല, രണ്ടുപേരിൽ നിന്ന് ബാല്യം പഠിക്കുകയാണോ? ബാലന്റെ മെമ്പർ ഷോറും കൊണ്ട് പോന്നു, നമ്മൾ മേടിച്ചോണ്ട് പോന്നു. വാടാ, വേണ്ട കൂടി ഊണ. ഏയ്, എന്റെ ചോറ് ഹോട്ടലിലാണടാ. നമുക്ക് കഴിക്കാം. മോള് മാവന്റെ ചോറുണ്ടേ. ശരി, നമ്മൾ വിളമ്പിത്തരാം. എന്താ വേണം? എനിക്കൊരു ബോട്ടിൽ ബ്രാൻഡ് വേണം. ഇവിടെ 10-300 രൂപ കടമുണ്ട്. അത് തന്ന് വീർത്തിട്ട് ഇനി കുടിച്ചാൽ മതി. എന്റെ കയ്യിൽ 5-8 രൂപയുണ്ട്. അത് കൊണ്ടുപോയി ചാരായം വാങ്ങിച്ചു കുടിക്കാം. ചെല്ലേ, ഇങ്ങോട്ട് വന്ന് സായിപ്പിനെ ആരും കാണാൻ പോകുന്നില്ല. സാർ, എന്ത് വേണം? ഒന്നും വേണ്ട. എടി 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 എടി, തന്തയുടെ പ്രായമുള്ളവരെ വെറുതെ വിടത്തില്ലല്ലയോ? ആറവാണിച്ച് അച്ഛനെ, സായിപ്പ് നമ്മുടെ സ്വന്തം ആളാ. പണ്ട് റെയിൽവേയിൽ ഡിപ്ലിക്കോസ് ആയിരുന്നു. ഡിപ്ലിക്കോസോ? വലിയ ഓഫീസർ. അത് ശരി. എന്തോ വേണം? എനിക്കൊരു ബോട്ടില് വാറ്റ് ചാരായം വേണം. 10 രൂപയാവും. എന്റെ കയ്യില് 8 രൂപയേ ഉള്ളൂ. 2 രൂപ അങ്ങേര് പിന്നെ കൊണ്ടുവന്ന് തരുവാശാനെ കൊടന്ന്. ഇരിക്കേ. ഇങ്ങോട്ട് ഇരി സായിപ്പേ. ചെല്ലമ്മേ, ഒരു കുപ്പി ഇങ്ങോട്ട് എടുക്കല. വേണ്ട വേണ്ട, ഇരിക്കയോ? ഞാൻ പറഞ്ഞില്ലയോ, സ്വയംബ സാധനമാ. നിങ്ങളുടെ കൂട്ടുകാരന് എരിവ് ഇഷ്ടമാണോ? ഇഷ്ടമാണോ എന്നോ? അവനും കള്ള. ഇന്നലെ നീ കൊടുത്തയച്ച തീയൽ കൂട്ടിയിട്ട് അവൻ പറയുക മരിച്ചുപോയ അവന്റെ ഭാര്യ വെച്ചതുപോലെ ഇരിക്കുന്നുവെന്ന്. പിന്നെ എന്താ അയാൾ വീണ്ടും കെട്ടാത്തത്? എത്ര പറഞ്ഞിട്ടും അവൻ അടുക്കുന്നില്ല. അവൻ വന്നു. അയ്യോ, കറിയൊന്നും ശരിയായിട്ടില്ല. ധൃതിയൊന്നും വെക്കണ്ട. അവനിവിടെ അതിഥിയൊന്നുമല്ല, എന്റെ ഏറ്റവും വലിയ കൂട്ടുകാരന്. എടാ, ഉണ്ണാൻ വിളിച്ചെന്ന് പറഞ്ഞ സന്ധ്യക്ക് പോന്നു. ഞങ്ങൾ ഉദ്ദേശിച്ചു ഒറ്റ എടി വെച്ചത് ഞാൻ. മോളെ മോളിക്ക്. എടാ, ഊണ് തയ്യാറാകുന്ന ഒരു 10 മിനിറ്റാണ്. നീ അടുക്കള വലിയ ശ്രമമായിരുന്നു തോന്നല്ലോ. പറയുന്ന കേട്ടാ തോന്നി ഇവിടെ എന്റെ വിരുന്നുണ്ടാൻ വന്നിരിക്കുകയാണ്. പിന്നെ ഊണുമ്പ് നമുക്കൊരു സ്മാർട്ട് ഫിറ്റ് ചെയ്തതാണ്. ഓ യെസ്. ഒന്നുമില്ല മോളെ, ഇത് ഒരു മരുന്നാണ്. നിന്റെ അച്ഛന് ജലദോഷം. പാട്ട് പാടാൻ അറിയാമോ? എന്ത് പാട്ടാ? എന്നാ മോളൊന്ന് പാടിക്കേ.
കാവിലെ കുസുതേ കാറ്റേ നിശമ്മനീർ മലർചുണ്ടിലെ തേന്നുകന്നില്ലേ കുടമുള്ള കാവിലെ കുസുതേ കാറ്റേ നിശമ്മനീർ മലർചുണ്ടിലെ തേന്നുകന്നില്ലേ ആലവട്ടം വീശി നിൽക്കും ആവണി പുലരി നീ തേരിലേറി വന്നല്ലോ തേന്നുകർന്നല്ലോ പാൽപ്പുഴയിൽ കുളിച്ചെത്തും പൗർണമി സന്ധി നിൻ സ്നേഹദാഗം തേനലയിൽ പടരുയില്ലേ. മിടുക്കി നിന്റെ മിസ് ചെയ്തൊരു കണ്ടില്ലല്ലോ. എടി മിസ്സിയേ ഇങ്ങോട്ട് വാ. സാവിത്രി, നീ എന്താ ഇങ്ങനെ നിൽക്കുന്നത്? അയ്യോ, പപ്പടം കരിയുന്നല്ലോ. നീ വാ. പിന്നെ നിന്നെ അവനൊന്ന് കാണണമെന്ന്. വാ. ഇതാണ് എന്റെ മിസ്സി. എടി മിസ്സി, ഇവനാണ് ഞാൻ പറഞ്ഞ സ്നേഹിതൻ. ഇവൻ ഈ ഒരു കുട്ടിയേ ഉള്ളൂ. ഇവളുടെ അമ്മ മരിച്ചു. ഇവളാണ് ഇപ്പൊ പാടിയത്. മോളെ, ഇവിടെ ഒരു ചേച്ചി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? അതാണ് ഈ ചേച്ചി. മോളെ വരൂ. നീ കുഞ്ഞിനെ ഇങ്ങോട്ട് വിളിയടി. മോളെ വാ. ഇല്ല, എന്റെ കുഞ്ഞിനെ ഇവൾ തൊടാൻ പാടില്ല. വേണ്ട വേണ്ട പല, ഞാൻ ഡോക്ടറെ കൊണ്ടുപോയിക്കളാം. വേദന കുറഞ്ഞ മോളെ? കുറഞ്ഞു. മോള് നീറ്റ് പോയപ്പം അച്ഛൻ അറിയാതെ കാല് സ്റ്റൂളിൽ തട്ടി. അതെന്റെ മോടെ കാലിൽ തന്നെ വീണു. മോക്ക് അച്ഛനോട് പിണക്കമുണ്ടോ? ഇല്ല. രാഘവ, കുഞ്ഞിന്റെ കാലെങ്ങനെ ഇരിക്കുന്നു? സാരമില്ല, ഞാൻ മരുന്ന് വെച്ച് കിട്ടി. ഏടാ മണ്ട, നീ കരയുകയാണോ? തരക്കേടില്ല. മോളെ, ഇപ്പൊ വേദന ഉണ്ടോ? ഇല്ല. മിടുക്കി. ഇതാ സാവിത്രി അന്നയച്ചതാ. നിങ്ങൾ ഊണ് കഴിക്കാതെ വന്നതുകൊണ്ട് സാവിത്രി ഒന്നും കഴിച്ചില്ല. കുഞ്ഞിന്റെ കാലിൽ സ്റ്റൂള് വീണതിന് വേദന മുഴുവൻ സാവിത്രിക്ക. കുഞ്ഞുങ്ങളോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടായിരിക്കും. സത്യമാണ്. കുഞ്ഞുങ്ങളുടെ മനസ്സിനേക്കാൾ പരിശുദ്ധമാണ് അവളുടെ മനസ്സ്. എന്നാ മോളെ, നമുക്കിത് കഴിക്കാം. നീ എന്തിനാ ഇത് ഇങ്ങോട്ട് എടുത്തു വന്നത്? കൊള്ളാം, നീയും മോളും ഇത് കഴിച്ചുവെന്ന് ഞാൻ അവിടെ ചെന്ന് പറയാതെ അവൾ പച്ച വെള്ളം പോലും കഴിക്കില്ല. നീ പോയി പ്ലേറ്റിംഗ് എടുക്ക. ഇവിടെ ഇരിക്കട്ടെ, ഞങ്ങൾ പിന്നെ കഴിച്ചോളാം. ശരി, എന്നാ ഞാൻ പോകുന്നു. എനിക്ക് ഡ്യൂട്ടിക്ക് സമയമായി. നീ ചെല്ലു. മോളെ, മാമൻ വരട്ടെ. എന്താ മോളെ? ചോറിന വേണ്ട മോളെ, ഈ ചോറുണ്ടാ മോടെ കാല് പഴുക്കും. എനിക്ക് വിശക്കണച്ച. മോക്ക ചൊറൊട്ടിയും പാലത്തര.
പുഴയിൽ കുളിച്ചെത്തും പൗർണമി സന്ധ്യേ നിൻ സ്നേഹദാഹം തേനലയിൽ പടരുകില്ലേ കുടമുല്ലക്കാവിലെ കുസൃതിക്കാറ്റേ സന്ധ്യേ നിൻ സ്നേഹദാഹം തേനലയിൽ പടരുകില്ലേ കുടമുല്ലക്കാവിലെ കുസൃതിക്കാറ്റേ. ഇങ്ങോട്ട് നടന്ന് പാന്ന് നമ്മുടെ ഒറ്റയ്ക്ക് നടക്ക്. അല്ല ഇതായാലും സാവിത്രിക്കുട്ടി എങ്ങോട്ട് പോണം? രാഘവൻ സാറിന്റെ വീട് എവിടെയാ? രാഘവൻ സാറിന്റെ വീടാ? ലോ, ആ പുളിമരത്തിന്റെ അപ്പുറത്തൊരു വീട് കണ്ട? അത് തന്നെ. വളരെ ഉപകാരം. ബാലൻ ഡ്യൂട്ടിക്ക് പോയിരിക്കുകയാണല്ലോ. ഇപ്പൊ എന്തിന് സാവിത്രിക്കുട്ടി രാഘവന്റെ വീട്ടിൽ പോണത്? ഏതായാലും കാര്യം എന്താണെന്ന് അറിഞ്ഞാലേ.